ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 24-ാം വാരം ചൊവ്വ. നാം വായിച്ചു കേൾക്കുന്നത് ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോനാഥൻ യാത്രാമധ്യേ നായിം എന്ന പട്ടണത്തിൽ എത്തിച്ചേരുന്നു. അവിടെ ഒരു യുവാവിന്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഈശോ കാണുന്നത്. ആ ഒരു യുവാവ് ഒരു വിധവയുടെ ഏക മകനാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ഈശോ ഒത്തിരിയേറെ വിഷമിക്കുന്നതായും ശവമഞ്ചത്തിൽ തൊട്ട് യുവാവിനോട് എഴുന്നേൽക്കുവാനായിട്ട് നിർദ്ദേശിക്കുന്നു. അങ്ങനെ അവൻ പുതിയ ജീവനിലേക്ക് ചുവടുവയ്ക്കുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ ഇതിവൃത്തം. ഈ ഒരു അത്ഭുതം ലൂക്കായുടെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. മറ്റ് സുവിശേഷകന്മാരാരും തന്നെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പ്രതിപാദിക്കുന്നില്ല. നായിം എന്ന പട്ടണത്തിന്റെ പേര് ഒരു ഹീബ്രു പദമാണ്. ഇതിനർത്ഥം പച്ചപ്പുൽപ്പുറം അല്ലെങ്കിൽ സുന്ദരമായൊരിടം, സന്തോഷമുള്ളൊരു സ്ഥലം എന്നിങ്ങനെയാണ്. പക്ഷെ ഈശോ അവിടെ കടന്നു ചെല്ലുമ്പോൾ അത്രയ്ക്കും സുന്ദരമായ സന്തോഷമുള്ളൊരു കാര്യമല്ല കണ്ടെത്തിയത്. മറിച്ച് ഒത്തിരിയേറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈശോയ്ക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ ശൂനേംകാരി സ്ത്രീയുടെ മരിച്ചുപോയ ഏക മകനെ എലീശ പ്രവാചകൻ ഉയർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ ശൂനേൻ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ സ്ഥലവും നായിം എന്ന് പറയുന്ന പുതിയ നിയമത്തിലെ സ്ഥലവും ഒരിടം തന്നെയാണ് എന്നാണ്. അതായത് പഴയ നിയമത്തിൽ ഒരു വിധവയുടെ കണ്ണുനീര് മാറ്റാനായിട്ട് ദൈവം പ്രവർത്തിച്ച അത്ഭുതം എവിടെയാണോ നടന്നത് അവിടെ തന്നെയാണ് പുതിയ നിയമത്തിലും മറ്റൊരു വിധവയുടെ കണ്ണുനീര് തുടച്ചു മാറ്റാനായിട്ട് ഒരു വലിയ അത്ഭുതം ഈശോനാഥൻ ചെയ്യുന്നത്. ഇതിൽ നിന്ന് മക്കളെ ഓർത്ത് കരയുന്ന അമ്മമാരുടെ കണ്ണുനീര് തുടക്കാനായിട്ട് ദൈവം എന്നും സമീപസ്ഥനാണ് എന്നുള്ള ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈശോനാഥൻ ശവമഞ്ചത്തിന്റെ സമീപത്ത് ചെന്ന് യുവാവിനോട് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. നമ്മുടെ ആധുനിക കാലത്ത് നമ്മുടെ യുവതലമുറ പല തരത്തിലുള്ള വിഷമങ്ങളിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. യേശുവിൻ്റെ ഈ വാക്ക് അവർക്കെല്ലാവർക്കും വലിയൊരു ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. ഈശോനാഥൻ പറയുന്നു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഒരുപക്ഷെ ഈ ഒരു വാക്ക്, ഈ ഒരു വാക്യം ഇപ്രകാരമുള്ള വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്ന യുവതലമുറ യേശു അവരോട് പറയുന്ന വാക്യമായിട്ട് മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. നല്ലൊരു വിജയവും അതുപോലെ തന്നെ സുന്ദരമായൊരു ജീവിതവും ദൈവം അവർക്ക് വെച്ചു നീട്ടുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യവും ഈ ഒരു വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക എന്നീ വാക്ക് എല്ലാ യുവതീ-യുവാക്കന്മാർക്കും പുതിയൊരു ആത്മവിശ്വാസം, ദൈവാശ്രയം പകർന്നു നൽകുന്നതായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ദൈവം ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.